നമസ്കാരം. എല്ലാ പ്രിയ പ്ലസ് ടു തുല്യതാ പഠിതാക്കളെയും പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു പ്രധാന ക്ലാസ്സിലെ സ്വാഗതം ചെയ്യട്ടെ. ഇന്നത്തെ ക്ലാസ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. നമ്മുടെ ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന 2025 ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന പ്ലസ് ടു തുല്യതാ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു റിവിഷൻ എന്ന രീതിയിലുള്ള ഒരു പ്രത്യേക ക്ലാസ്സാണ്. എല്ലാവരെയും സന്തോഷത്തോടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. നമ്മളിന്ന് ഒരു 4 വ്യക്തികളെ പരിചയപ്പെടുന്നു. വെറും 4 വ്യക്തികളെ പരിചയപ്പെടുന്നു. പ്രതിപക്ഷ സംഘടനകളുടെ വ്യക്തികളുടെ പേരാണ്. ആ വ്യക്തികളുടെ പേരും അവരുടെ 4 പാർട്ടികളും പരിചയപ്പെടുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പട്ടിക പഠിച്ച് 4 മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. നമ്മൾ ഒരു 4 പേര് പഠിച്ച് 4 മാർക്ക് വാങ്ങാൻ ശ്രമിക്കുന്നു. ഓക്കെ, ഈ വീഡിയോ കുറഞ്ഞ സമയമേ ഉള്ളൂ. ഒരു 8 മിനിറ്റിൻ്റെ അടുത്തുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് നമ്മളൊരു 4 മാർക്ക് ഈസി ആയിട്ട് എങ്ങനെ വാങ്ങാമെന്നാണ് ശ്രമിക്കുന്നത്. 4 മാർക്ക് ഏറ്റവും വേഗത്തിൽ ലളിതമായി എങ്ങനെ പഠിച്ച് വാങ്ങുന്നതെന്ന് നോക്കുകയാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ പ്ലസ് ടു തുല്യതാ പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തിലെ ഒരു 4 വ്യക്തികളെയും അവരുടെ 4 പാർട്ടികളും പരിചയപ്പെടുന്നു. 4 മഹത് വ്യക്തികളുണ്ട്. ആ വ്യക്തികളുടെ പേരും അവരുടെ 4 പാർട്ടി രാഷ്ട്രീയ പാർട്ടിയുടെ പേരും പരിചയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി പരിചയപ്പെടുന്ന സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആചാര്യ നരേന്ദ്രദേവ് ആണ്. സോഷ്യലിസ്റ്റ് പാർട്ടി ആചാര്യ നരേന്ദ്രദേവ്. നിങ്ങൾ നോട്ട് ബുക്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ച് പഠിക്കണം. 4 പേരേ ഉള്ളൂ. 4 വ്യക്തികളുടെ പേരും അവരുടെ 4 പാർട്ടിൻ്റെ പേരും പഠിക്കുന്നു. ഓക്കെ, ഒരു പട്ടികയിൽ നിന്ന് 4 മാർക്ക് എങ്ങനെ പഠിക്കുന്നു നോക്കുന്നു. 4-5 മിനിറ്റ് കൊണ്ട് എങ്ങനെ 4 മാർക്ക് വാങ്ങാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഓക്കെ, ഇത് ആവർത്തിച്ച് കേട്ടാൽ പഠിക്കാൻ പറ്റും, എളുപ്പമാണ്. സോഷ്യലിസ്റ്റ് പാർട്ടി ആചാര്യ നരേന്ദ്രദേവ് ആണ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. രണ്ടാമത്തെ പഠിക്കുന്നത് ഭാരതീയ ജനസംഘം എന്നുള്ള പാർട്ടിയാണ്. ശ്യാമപ്രസാദ് മുഖർജിയാണ്. ഭാരതീയ ജനസംഘം ശ്യാമപ്രസാദ് മുഖർജി. ഇപ്പോൾ 2 പാർട്ടി പഠിച്ചു, 2 പേര് പഠിച്ചു. സോഷ്യലിസ്റ്റ് പാർട്ടി ആചാര്യ നരേന്ദ്രദേവ്. സോഷ്യലിസ്റ്റ് പാർട്ടി ആചാര്യ നരേന്ദ്രദേവ്. ഭാരതീയ ജനസംഘം ശ്യാമപ്രസാദ് മുഖർജി. ഭാരതീയ ജനസംഘം ശ്യാമപ്രസാദ് മുഖർജി. മൂന്നാമത്തെ പാർട്ടി പരിചയപ്പെടുത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, AKG. നമുക്കൊക്കെ സുപരിചിതമാണത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ആ പാർട്ടിയുടെ നേതാവ് AK ഗോപാലൻ. AKG എന്ന പേരിൽ അറിയപ്പെടുന്ന AK ഗോപാലനാണ് ആര്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവ്, സ്ഥാപകൻ. ഓക്കെ, സ്വതന്ത്ര പാർട്ടിയുടെ സ്ഥാപകൻ C രാജഗോപാലാചാരി. സ്വതന്ത്ര പാർട്ടി C രാജഗോപാലാചാരി. അവസാനത്തത് സ്വതന്ത്ര പാർട്ടിയുടെ സ്ഥാപകൻ C രാജഗോപാലാചാരി. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് 4 പാർട്ടികളുടെ പേരും ആ 4 പാർട്ടികളുടെ സ്ഥാപകരുടെ പേരും പഠിച്ചിരിക്കുകയാണ്. ഒരു പട്ടികയിൽ നിന്ന് 4 മാർക്ക് ഏറ്റവും ലളിതമായിട്ട് എങ്ങനെ ഓർത്തെടുത്ത് വാങ്ങാൻ നാം ശ്രമിക്കുന്നത്. പ്ലസ് ടു തുല്യതാ പൊളിറ്റിക്കൽ സയൻസിലെ നമ്മുടെ പരീക്ഷയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് കടന്നു വരും. അപ്പോൾ ഈ 4 പേര് നന്നായിട്ട് 4 പാർട്ടിയുടെ പേരും ആ പാർട്ടിയുടെ നേതാവിൻ്റെ പേരും, മീൻസ് ആ പാർട്ടിയുടെ സ്ഥാപകരുടെ പേരും നന്നായി പഠിച്ചിരിക്കണം. ഒന്നുകൂടെ പറയാം. സോഷ്യലിസ്റ്റ് പാർട്ടി ആചാര്യ നരേന്ദ്രദേവ്. സോഷ്യലിസ്റ്റ് പാർട്ടി ആചാര്യ നരേന്ദ്രദേവ്. ഭാരതീയ ജനസംഘം ശ്യാമപ്രസാദ് മുഖർജി. ഭാരതീയ ജനസംഘം. ഒരു ഇത് നമ്മുടെ ഒരു ഭാരതീയ പേര് അങ്ങനെ ഓർത്തക്കുക. ഭാരതീയ ജനസംഘം, ഭാരതീയ പറയില്ല, ശ്യാമപ്രസാദ്. ആ പേര് ആ രീതിയിലാണ് ഓർത്തക്കുക. ഭാരതീയ ഒരു കുലീനത്വമുള്ള പേര് എന്നൊക്കെ നമുക്ക് അങ്ങനെ ആ രീതിയിൽ ഓർത്തക്കുക. ശ്യാമപ്രസാദ്. ഭാരതീയ ജനസംഘം ശ്യാമപ്രസാദ് മുഖർജി. സംഘത്തിലെ ഖായും മുഖർജിയിലെ ഖായും ഓർത്തക്കുക. അങ്ങനെയൊക്കെ ഒരു ചില ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഭാരതീയ ജനസംഘം ശ്യാമപ്രസാദ് മുഖർജി. ഭാരതീയ ജനസംഘം ശ്യാമപ്രസാദ് മുഖർജി. ഒരു കുലീനത്വമുള്ള പേര് അങ്ങനെയൊക്കെ ഓർത്ത് വെക്കുക. ഒരു ഭാരതീയ പേര് ശ്യാമപ്രസാദ്. ഭാരതീയ ശ്യാമപ്രസാദ്. ഭാരതീയ ജനസംഘം. സംഘത്തിലെ ഖായും മുഖർജിയുടെ ഖായും അങ്ങനെ ഓർത്ത് വെച്ചാൽ എന്തെങ്കിലും അവിടെ നിന്നോളും. ഭാരതീയ ജനസംഘം ശ്യാമപ്രസാദ് മുഖർജി. ഭാരതീയ ജനസംഘം ശ്യാമപ്രസാദ് മുഖർജി. ദെൻ തേർഡ് വേണം നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ഓർത്താക്കാവുന്നതാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ AKG ഗോപാലൻ. AKG എന്ന് പറയില്ലെങ്കിൽ AK ഗോപാലൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ AK ഗോപാലൻ അല്ലെങ്കിൽ AKG, അങ്ങനെ ഷോർട്ട് നെയിം AKG. ഓക്കെ, ഇത് നാലാമത്തേത് സ്വതന്ത്ര പാർട്ടി. സ്വതന്ത്ര പാർട്ടി C രാജഗോപാലാചാരി. സ്വതന്ത്ര പാർട്ടിയുടെ സ്ഥാപകൻ C രാജഗോപാലാചാരി. അപ്പോൾ സ്വതന്ത്ര പാർട്ടിയിലെ ആണ് സ്റ്റാർട്ടിങ് അക്ഷരം ആണ്. നമ്മുടെ പേരിലും സ്റ്റാർട്ടിങ് ആണ്. ഇത് ഇയാളെ ഇനീഷ്യൽ ആദ്യം വരുന്നത് C രാജഗോപാലാചാരി എന്നാണ്. അപ്പോൾ ആ ലെറ്റർ ഓർത്തിച്ചാൽ കിട്ടും. സ്വതന്ത്ര പാർട്ടി C രാജഗോപാലാചാരി.
സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് +2 തുല്യത പൊളിറ്റിക്കൽ സയൻസിൻ്റെ നമ്മുടെ പരീക്ഷാ റിവിഷനുമായി ബന്ധപ്പെട്ട് ഒരു ക്യാപ്സ്യൂളാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള 4 വ്യക്തികളുടെ പേര്, 4 പാർട്ടികളുടെ പേര്, ആ പാർട്ടി സ്ഥാപകരുടെ പേര് പരിചയപ്പെടുത്തുന്നു. സോഷ്യലിസ്റ്റ് പാർട്ടി ആചാര്യ നരേന്ദ്രദേവ്, ഭാരതീയ ജനസംഘം ശ്യാമപ്രസാദ് മുഖർജി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ AKG അഥവാ AK ഗോപാലൻ, സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി. സോഷ്യലിസ്റ്റ് പാർട്ടി ആചാര്യ നരേന്ദ്രദേവ്, സോഷ്യലിസ്റ്റ് പാർട്ടി ആചാര്യ നരേന്ദ്രദേവ്, സോഷ്യലിസ്റ്റ് പാർട്ടി ആചാര്യ നരേന്ദ്രദേവ്. ദെൻ ഭാരതീയ ജനസംഘം ശ്യാമപ്രസാദ് മുഖർജി, ഭാരതീയ ജനസംഘം ശ്യാമപ്രസാദ് മുഖർജി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ AKG AK ഗോപാലൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ AKG AK ഗോപാലൻ. സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി, സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി. ഓക്കെ, ആവർത്തിച്ച് കേട്ട് പഠിക്കാൻ പറ്റും. 4 പേരാണ്, 4 ഇത് തള്ളിക്കളയേണ്ട, വേസ്റ്റ് ആവില്ല, പഠിച്ചു കഴിഞ്ഞാൽ പാഴാവില്ല, ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായി +2 തുല്യത പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷയിൽ കടന്നു വരുന്ന ഈ പാർട്ടികളും പേരുകളുമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. സോഷ്യലിസ്റ്റ് പാർട്ടി ആചാര്യ നരേന്ദ്രദേവ്, ഭാരതീയ ജനസംഘം ശ്യാമപ്രസാദ് മുഖർജി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ AKG അഥവാ AK ഗോപാലൻ, സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി. ഒരു പട്ടികയിൽ നിന്ന് 4 മാർക്ക് എങ്ങനെ നിഷ്പ്രയാസം നേടാം? വെറും 4 പേരുകൾ മാത്രം പഠിച്ച് എങ്ങനെ 4 മാർക്ക് നേടാം എന്നുള്ള നമ്മൾ ഈ വീഡിയോയോട് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയട്ടെ, നന്നായി പഠിക്കാൻ പറ്റുമെന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഏറ്റവും അടുത്ത തന്നെ മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിൽ വരാം. നിങ്ങളുടെ സ്നേഹത്തിനും സന്തോഷത്തിനും പ്രോത്സാഹത്തിനും നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. നമ്മൾ പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് ലളിതമായി എങ്ങനെ പഠിതാക്കളിലേക്ക് ചോദ്യോത്തരങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് മാത്രം നോക്കുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും ലളിതമായി പഠിതാക്കളിലേക്ക് എങ്ങനെ ചോദ്യോത്തരങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് കാര്യമായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വെറും 4 പേരാണ്, 4 പേരുകൾ, 4 വ്യക്തികളുടെ പേരും 4 പാർട്ടിയുടെ പേരും പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. സോഷ്യലിസ്റ്റ് പാർട്ടി ആചാര്യ നരേന്ദ്രദേവ്, ഭാരതീയ ജനസംഘം ശ്യാമപ്രസാദ് മുഖർജി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ AKG AK ഗോപാലൻ, സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി. പേരുകൾ മാറിപ്പോകാതിരിക്കാൻ ചില ട്രിക്കുകളൊക്കെ പറഞ്ഞത്. ഭാരതീയ ശ്യാമപ്രസാദ്, ശ്യാമ ഒരു ഭാരതീയ പേര്, അങ്ങനെ ഓർത്ത് വെക്കുക. ഒരു കുലീനത്വമുള്ള പേര് ശ്യാമപ്രസാദ്. ഭാരതീയ ജനസംഘം ശ്യാമപ്രസാദ് മുഖർജി. അവിടെ ജനസംഘത്തിന് ജനസംഘവും മുഖർജിയുടെ ഖായ് ഓർത്തെക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വതന്ത്ര പാർട്ടി സി അതായത് സി രാജഗോപാലാചാരി. ഓക്കെ, പിന്നെ മറ്റേത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമ്മളൊക്കെ ഒരുപാട് കേട്ട് പരിചയമുള്ള പേരാണ് AKG AK ഗോപാലൻ. സോഷ്യലിസ്റ്റ് പാർട്ടി ആചാര്യ നരേന്ദ്രദേവ്. ഇത് പരീക്ഷയ്ക്ക് ചേരുംപടി ചേർക്കാനായിട്ട് ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട്. മാച്ച് ദ ഫോളോയിങ് വരാറുണ്ട് ചോദ്യം. സോഷ്യലിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ വരും പൂരിപ്പിക്കാൻ. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകൻ ആര്? അപ്പോൾ ഇതാ ആചാര്യ നരേന്ദ്രദേവ്. അല്ലെങ്കിൽ ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജി. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ AK ഗോപാലൻ അല്ലെങ്കിൽ AKG. സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി. ഓക്കെ, അപ്പോൾ അതിപ്രധാനപ്പെട്ട 4 പേരുകളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയട്ടെ. എല്ലാവരും സപ്പോർട്ടും പ്രോത്സാഹനവും തുടരുന്നു വേണം. എല്ലാവർക്കും നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. എല്ലാവർക്കും നന്ദി നമസ്കാരം. താങ്ക് യു.